മക്കളെ ഇന്ന് നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു റീഡിങ് അവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരു വലിയൊരു മാറ്റം വന്നു തുടങ്ങാൻ പോകുന്നൊരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ ജീവിത സാഹചര്യം ഇപ്പം എന്താണോ അതിൽ നിന്ന് അല്പാൽപമായിട്ട് നിങ്ങളിലോട്ടൊരു അബണ്ടൻസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് അബണ്ടൻസ് ഒറ്റയടിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും നിങ്ങൾ വയ്ക്കരുത്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഇപ്പോൾ എന്തൊക്കെയാണോ ഉള്ളത് അതിനെല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയുക, അല്ലെങ്കിൽ എഴുതുന്നതാണ് കൂടുതൽ ഫലവത്തായിട്ടുള്ള കാര്യം. ഡെയിലി 10 പുതിയ പുതിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ശേഷം നിങ്ങൾ ഓരോ ദിവസം അനലൈസ് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് ഓരോ ദിവസം കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക കേട്ടോ. ഒത്തിരി മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ വിശ്വസിക്കുക. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ലഭിക്കുന്ന ഓരോ കാര്യത്തിനും നന്ദിയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കുക. അഹങ്കാരം ഒരു കാരണവശാലും കൊണ്ടുവരരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം, കാർഡ്സ് നോക്കാം. നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ അതായത് പാസ്റ്റിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും വിട്ടുകളഞ്ഞ് പൂർണ്ണമായ ക്ഷമ, ഫോർഗീവ്നെസ് എല്ലാത്തിനും കൊടുത്തിട്ട്, ഇപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ശരി തന്നെ, മോശമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നാലും ശരി തന്നെ, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പൂർണ്ണമായ ക്ഷമ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ പുതിയൊരു പുനർജനനത്തിന് തയ്യാറാകേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ ഒരു യൂണിവേഴ്സൽ കോളിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അത് ഭഗവാനായിട്ട് തന്നെയാണ് നമ്മളെ ഇങ്ങനെ വിളിച്ചുണർത്തുന്നതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾ ആ ദൈവവിളിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. പാസ്റ്റിലെ എല്ലാ വേദനകളും നിങ്ങൾ കുഴിച്ചു മൂടുക തന്നെ വേണം കേട്ടോ. അതിന് ചുമന്നുകൊണ്ട് നടക്കരുത്, എങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ടൊരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഇത് യൂണിവേഴ്സൽ കോളിംഗ് ആണ്, നിങ്ങൾ നിർബന്ധമായിട്ട് അനുസരിച്ചേ തീരൂ. അപ്പോൾ പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറ്റി വയ്ക്കുക. പിന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോഴും ഇതൊരു വേക്കപ്പ് കോളാണ്. അപ്പോൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക കേട്ടോ. പിന്നെ അതുപോലെ പാസ്റ്റിലെ ഓർമ്മകൾ എന്നുള്ള അത് ഓവർകം ചെയ്യുക എന്നുള്ളൊരു കടമ്പ നിങ്ങൾ കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഏറെ നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങളൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ സകല എഫേർട്ടും ഹാർഡ് വർക്കും ടൈമും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യത്തിന് സക്സസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളുടെ കാത്തിരിപ്പുകളൊക്കെ അവസാനിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ വേദനകൾക്കും ഒരു അവസാനം വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ തന്നെ ഇല്ലാതാക്കി മാറ്റിയ വേദനകളെ നിങ്ങളിൽ നിന്ന് വിട്ടു മാറുന്നുണ്ട്. അതെല്ലാം വിശ്വസിക്കുക കേട്ടോ. നിങ്ങളിതിലെല്ലാം 100% വിശ്വസിക്കുക. പിന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ചാണ് വന്നു തുടങ്ങാൻ പോകുന്നത്. പഴയ കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കരുത്. അത് പ്രത്യേകം ഞാൻ ഓർമ്മിച്ച് പറയുകയാണ്. അത് നിങ്ങളും ഓർത്തെടുക്കുക. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നില്ല, ഇവിടെ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള ഇതാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കിങ് ആവാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് വന്ന് ചേരാൻ പോവുകയാണ്. നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലോട്ടാണ് നിങ്ങളെ കണക്റ്റ് ആക്കാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും അബണ്ടൻസ് തന്നെയാണ് നിങ്ങളിലോട്ട് വന്നു ചേരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. പലർക്കും വീട്, കാറ്, പിന്നെ റിലേഷൻഷിപ്പ്, കരിയറിലൊരു സക്സസ്, ഇങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സമാധാനം എന്താണെന്ന് ഇനി നിങ്ങൾ അറിയാൻ പോവാണ്. കുറേയേറെയൊക്കെ നിങ്ങൾ അനുഭവിച്ചതല്ലേ ജീവിതത്തിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ബദലായിട്ട് നിങ്ങൾക്ക് റിവാർഡ് യൂണിവേഴ്സ് തരാൻ നിങ്ങൾക്ക് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈഗോ കൊണ്ടുവരരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% അത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക. എങ്കിലേ കൂടുതൽ നിങ്ങളിലോട്ട് അബണ്ടൻസ് വരികയുള്ളൂ. നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിൻ്റെ 10% എന്താണോ അത് ചാരിറ്റി വർക്ക് ചെയ്യുക കേട്ടോ. അത് പ്രത്യേകം ഓർക്കണം. പിന്നെ ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹ്യൂജ് അബണ്ടൻസ് വരുന്നതാണ്. അത് മണി ബ്ലോക്കേജസിൻ്റെ തോതനുസരിച്ചായിരിക്കും. പിന്നെ ചിലർക്ക് പടിപടിയായിട്ടായിരിക്കും കിട്ടുന്നത്. എന്തായാലും നിലവിലുള്ള സാഹചര്യം എന്താണോ അതിൽ നിന്ന് ഒരു മാറ്റം ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. ഒറ്റയടിക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ വേണ്ട. ചിലർക്കത് പെട്ടെന്നായിരിക്കും. മണി ബ്ലോക്കേജസിൻ്റെ ഇത് വെച്ചായിരിക്കും. ഇവിടെ നിങ്ങൾ ഓപ്പനോ യൂണിവേഴ്സിനും പറയുക, അതുപോലെ തന്നെ മണിക്കും പറയുക കേട്ടോ. ഒരു 108 തവണ ഡെയിലി പറയുക.
പിന്നെ ഈ പ്രോസസ്സ് എല്ലാം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ എല്ലാം അടിയറ വയ്ക്കുക, യൂണിവേഴ്സിനെ അടിയറ വെച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിൽ ഉള്ള അച്ചീവ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു അബണ്ടൻസ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. ഈ യൂണിവേഴ്സൽ എനർജി നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് പോവാണ്. ഈ അബണ്ടൻസ് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ചേറെ ചെയ്യിക്കാനൊക്കെ ആയിട്ടാണ്. അതിൽ വിശ്വസിക്കുക, അത് നിങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസിൽ ഇപ്പോൾ അതാണ് പറയുന്നത്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പുതിയ കുറച്ച് ഐഡിയാസ്, അത് നിങ്ങൾക്ക് ഏത് രീതിയിലും ആകാം. ചിലപ്പോൾ പാർട്ട്ണർഷിപ്പോ പുതിയ പുതിയ ഐഡിയാസ്, പുതിയ ബിസിനസ് തുടങ്ങുന്നു. അത് പല രീതിയിലും പലർക്കും പല രീതിയിലായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതൊരു മണി ഗെയിനിന് തന്നെ സഹായിക്കുന്ന തരത്തിലുള്ളതായിട്ടാണ് ഇവിടെ കണക്റ്റായിട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം ഓർക്കുക, ദൈവത്തിനെ മറന്ന് ഒന്നും ചെയ്യാതിരിക്കുക, എപ്പോഴും എളിമയുള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ കാര്യത്തിനും, ഈവൻ നമ്മുടെ ശ്വാസത്തിനും നമ്മുടെ ആരോഗ്യത്തിനും റിലേഷൻഷിപ്പ് അതുപോലെ എന്തൊക്കെ നമ്മുടെ ലൈഫിലുണ്ടോ അതിനെല്ലാം നിങ്ങൾ നന്ദി പറയുക. ഓരോ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തന്നെ ജീവിക്കുക. പിന്നെ ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് നിങ്ങളെല്ലാം പോസിറ്റീവ് ചിന്താഗതിക്കാരും ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഉള്ളവരായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. വളരെ യൂത്ത്ഫുൾ എനർജി ഉള്ളവരായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരല്പം ഏജ് ആയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ യൂത്ത്ഫുൾ എനർജി കീപ്പ് ചെയ്യുന്നവരായിട്ടാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് വിശ്വസിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ വിശ്വസിക്കുക, മുന്നോട്ട് പോകാം കേട്ടോ. പിന്നെ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞ നിങ്ങളുടെ അബണ്ടൻസ് ആയിരുന്നാലും എന്തായിരുന്നാലും അത് നിങ്ങൾ ഒരു റെക്കോർഡ് ചെയ്ത് അഫർമേഷൻ രൂപത്തിലാക്കിയതിന് ശേഷം നിങ്ങൾ രാവിലെ ഉറക്കം കഴിഞ്ഞ് വരുന്ന സമയത്ത് അത് കേട്ടാൽ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡായിട്ട് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് അത് സഹായിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരി മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, ഓരോരുത്തർക്കും, ഈച്ച് ആൻഡ് എവ്രി വൺ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പോസിറ്റീവായിട്ടുള്ള എനർജി, എല്ലാ എനർജികളും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഭഗവാൻ സത്യമായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ അബണ്ടൻസും നിങ്ങളിലോട്ടും വന്ന് ചേരട്ടെ. അപ്പോൾ നിങ്ങളും താങ്ക്ഫുള്ളായിട്ടിരിക്കുക, യൂണിവേഴ്സിനെ നന്ദി പറയുക. ഓരോ യൂണിവേഴ്സൽ ആക്ടിവിറ്റീസിനും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, സറണ്ടർ ചെയ്യുക, മുന്നോട്ട് പോവുക, ചെയ്യാനുള്ള ഡ്യൂട്ടീസൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ അബണ്ടൻസ് വരുന്നെന്ന് കരുതിയിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളും ഡ്യൂട്ടീസൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അതിനെല്ലാം ഫലം ഉണ്ടാവും കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.